പാലക്കാട്ടെ നോട്ട് വിവാദത്തിൽ അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പാലക്കാട്ടെ നോട്ട് വിവാദം കൃത്യമായി കത്തിപ്പടർന്നു. ആ കത്തിപ്പടരലിനെ ഒരു രീതിയിലും പ്രതിരോധിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞില്ല. ശോഭാ സുരേന്ദ്രനും രമേശ് പിഷാരടിയും തമ്മിലാണ് മത്സരമെന്ന് രാവിന് രാത്രിയും വ്യത്യാസമില്ലാതെ പറഞ്ഞു നടന്നവർ കേട്ടോ. റസാഖ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ഒരു അടിയൊഴുക്കിനെ മറികടക്കാൻ ഒരൊറ്റ ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും കഴിഞ്ഞിട്ടില്ല. ശോഭാ സുരേന്ദ്രനോ രമേശ് പിഷാരടിയോ വിയർത്ത് കയറേണ്ടി വരുമെന്നുള്ള രീതിയിലേക്ക് ഇലക്ഷൻ അടുക്കുന്ന ദിവസങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഘടകമാണ് പാലക്കാട്. റസാഖ് ഒരു നേർസാക്ഷ്യമാകുന്നു പാലക്കാടിന്റെ മതേതര മണ്ണിന്റെ എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നോക്കൂ നിങ്ങൾ, ശോഭാ സുരേന്ദ്രൻ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോയ ഇന്നലത്തെ പകലിൽ, ഇന്ന് വോട്ടെടുപ്പ് ദിവസത്തിൽ ഒരു സംശയവുമില്ലാതെ ആളുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ, മതേതര മനസ്സിന്റെ ഹൃദയ സാക്ഷ്യം അത് മുഴുവനും റസാഖിലേക്ക് മാറി എന്നുള്ള ഒരു കൃത്യമായ രീതിയിലാണ് പാലക്കാട്ടെ പോളിംഗും കണക്കാക്കേണ്ടിയിരിക്കുന്നത്. പിഷാരടി അതിന് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാതിരിക്കുമ്പോ, ഒന്ന് പ്രതികരിക്കാതിരിക്കുമ്പോ, നോട്ട് വിവാദത്തിൽ ഞാൻ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു മതേതര മണ്ണാണിത്, ഇതൊരു കാരണവശാലും ഞാൻ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്കോ വ്യക്തിഹത്യക്കോ പോകുന്നില്ല എന്ന് പറയുമ്പോഴും കൃത്യമായ നിലപാട് പറഞ്ഞ റസാഖ് തന്റെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഏതു സമയത്തും ഈ സംസ്ഥാനത്ത് ഏത് വിഷയങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങളായി ഉയർന്നു വരുമ്പോഴും അതിനെല്ലാം കൊടുത്തിരിക്കുന്ന, ഈ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ക്രിസ്റ്റൽ ക്ലാരിറ്റി തന്റെ പ്രകടനത്തിലൂടെ, പര്യടനത്തിലൂടെ ഇടനീളം വെച്ചു പുലർത്തിയ റസാഖ് ഇന്ന് പാലക്കാട്ടെ വോട്ടർമാർ വോട്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ ന്റെ പേര് ഒന്നാം സ്ഥാനത്തുണ്ടാകാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പര്യടനങ്ങൾ മുഴുവനും റസാഖ് ഗ്രാജുവലി, ഓർഗാനിക്കലി ഏറ്റെടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ്. മെയ് 4 ബലം വരുമ്പോൾ റസാഖ് പാലക്കാട്ടുണ്ടാക്കിയ വിപ്ലവത്തിന്റെ കൃത്യമായ രൂപം കൂടി പുറത്തു വരും. പാലക്കാട് ഞെട്ടും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതിന് ഈ കൃത്യമായ ഒരു അടയാളമായി മാറുന്നു ഇന്നലത്തെ നോട്ട് വിവാദവും എന്നുള്ളതാണ്.